മരതകവും. ആഭരണ വ്യാപാരിയായ മിസ്റ്റർ കാരാട്ടിന്റെ സ്വർണ്ണക്കട വളരെ മനോഹരമായിരുന്നു. ഓരോ ഷെൽഫുകളും മോതിരങ്ങളും മാലകളും കൊണ്ട് തിളങ്ങി. നിങ്ങളുടെ സ്വന്തം മുഖം പ്രതിഫലിക്കുന്നത് കാണാൻ കഴിയുന്നത്ര തിളക്കത്തോടെ അദ്ദേഹം തന്റെ ഗ്ലാസ് കൗണ്ടർ മിനുക്കി സൂക്ഷിച്ചിരുന്നു. പക്ഷേ ചുവരുകൾക്കുള്ളിൽ ചെറിയ എലികളുടെ ഒരു രഹസ്യ കോളനി താമസിച്ചിരുന്നു. കപ്പയേക്കാൾ അവർക്ക് ഇഷ്ടം സ്വർണ്ണത്തരികളായിരുന്നു. അവരുടെ രാജാവ് റെമി എന്ന ഒരു വേഗതയേറിയ എലിയായിരുന്നു. കട അടക്കുമ്പോൾ റെമിയും കൂട്ടുകാരും പുറത്തേക്ക് ഇറങ്ങും. ഒരു വൈകുന്നേരം മിസ്റ്റർ കാരാട്ട് ഒരു ഡിസ്പ്ലേ കേസ് അടയ്ക്കാൻ മറന്നു. നടുവിൽ ഒരു ചെറിയ വെൽവെറ്റ് തലേണയിൽ ഇരിക്കുകയായിരുന്ന പുതുതായി പറിച്ചെടുത്ത പയർമണി പോലെ പച്ചയും തിളക്കവുമുള്ള ഒരു മരതക രത്നമുണ്ടായിരുന്നു. റെമി എലി അതിലൂടെ കടന്നുപോയി. പയറിന്റെ വലിപ്പമുള്ള മരതകം കണ്ണിൽപ്പെട്ടു. ഒന്നും നോക്കിയില്ല, അവൻ അത് വിഴുങ്ങി. പിറ്റേന്ന് രാവിലെ കാരറ്റ് ഞെട്ടി. ആ മനോഹരമായ മരതകം അപ്രത്യക്ഷമായിരിക്കുന്നു. അയാൾ തന്റെ CCTV പരിശോധിച്ചു. എലികളെ! അയാൾ നിലവിളിച്ചു. എല്ലാ വാതിലുകളും അടച്ചു. ആരും പോകരുത്. എന്റെ രത്നം കണ്ടെത്തുന്നതുവരെ ഒരു എലിയും പുറത്തു പോകരുത്, അയാൾ വിളിച്ചു പറഞ്ഞു. കാരാട്ട് ഉടൻ തന്നെ നഗരത്തിലെ ഏറ്റവും മികച്ച ഡിറ്റക്റ്റീവും തന്റെ സുഹൃത്തും ആയ പ്രൊഫസർ ലിനസിനെ വിളിച്ചു. ഒരു ചെറിയ മരക്കൂടും ഒരു നോട്ട്ബുക്കും വഹിച്ചുകൊണ്ട് ലിനസ് എത്തി. എത്രകാലമായി തന്നെ ഒന്ന് കണ്ടിട്ട്. താൻ പേടിക്കണ്ട, രത്നം ഇപ്പോഴും ഇവിടെയുണ്ട്, ലിനസ് ശാന്തമായി പറഞ്ഞു. അത് വഹിക്കുന്നയാളെ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ലിനസും കാരാട്ടും കടയിലെ ഓരോ എലിയെയും പിടിക്കാൻ തുടങ്ങി. അവർ അവയെല്ലാം ഒരുമിച്ച് വലിയ കൂട്ടിലടച്ചു. എലികൾ മൂക്ക് ചലിപ്പിച്ചു, ഞരങ്ങി, പരിഭ്രാന്തിയോടെ പരസ്പരം മണം പിടിച്ചു. ലിനസ് ചൂണ്ടിക്കാണിച്ചു. കണ്ടു ആളെ, അയാൾ മന്ത്രിച്ചു. ഒറ്റയ്ക്ക് ഇരിക്കുന്ന, പരസ്പരം ഇടപഴകാൻ വിസമ്മതിക്കുന്ന, മറ്റുള്ളവരിൽ നിന്ന് അകന്നു തന്റെ മീശ വൃത്തിയാക്കുന്ന ആൾ. അതാണ് നിങ്ങളുടെ കുറ്റവാളി. മൂലയിൽ മടിയനായി ഇരിക്കുന്നത് റെമി ആയിരുന്നു അത്. പക്ഷേ എങ്ങനെ കണ്ടെത്തി? എന്തിനാണ് അവൻ വേർപിരിഞ്ഞിരിക്കുന്നത്? കാരാട്ട് ചോദിച്ചു. കണ്ണട ശരിയാക്കിക്കൊണ്ട് ലിനസ് നെടുവീർപ്പിട്ടു. ആഹ്, മിസ്റ്റർ കാരാട്ട്, ഒരാൾ പെട്ടെന്ന് വലിയ സമ്പത്ത് നേടുമ്പോൾ, അവരുടെ സ്വന്തം അല്ലെങ്കിൽ പോലും, അവർ പലപ്പോഴും സാധാരണ ജനക്കൂട്ടവുമായി ഇടപഴകുന്നത് നിർത്തുന്നു. ഇപ്പോൾ അവർ മെച്ചപ്പെട്ടതായി അവർ കരുതുന്നു. ലിനസ് പറഞ്ഞത് ശരിയായിരുന്നു. എലിമരുന്നിന്റെ നേരിയ ഡോസ് കഴിച്ചതിനു ശേഷം റെമി പെട്ടെന്ന് ആ മനോഹരമായ മരതകം തിരികെ നൽകി. അത് മിനുക്കി അതിന്റെ ചെറിയ വെൽവെറ്റ് തലേണയിൽ സുരക്ഷിതമായി പൂട്ടിയ നിലയിൽ വെച്ചു. അയാൾ തന്റെ സുഹൃത്തിനോട് നന്ദി പറഞ്ഞു. ആഡംബര വസ്തുക്കളിൽ ഭ്രമിച്ചു സുഹൃത്തുക്കളോട് വേർപിരിയുന്നത് ശരിയല്ലെന്ന് റെമിക്ക് മനസ്സിലായി. ചെറിയ എലികളായാലും വലിയ മനുഷ്യരായാലും എത്ര ആഭരണങ്ങൾ തന്റെ കയ്യിലുണ്ടെങ്കിലും യഥാർത്ഥ മൂല്യം സുഹൃത്തുക്കളോടൊപ്പം ചേർന്നു നിൽക്കുമ്പോഴാണ് എന്ന് കാരാട്ടും മനസ്സിലാക്കി. കൂട്ടുകാരെ, കൂടുതൽ രസകരമായ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.